ഹണീബി പോലെയുള്ള ഒരു സിനിമ, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാല് ഞാൻ പനി അടിച്ചു കിടക്കായിരുന്നു. പിന്നെ ഇന്നിപ്പോ ഓടി വന്നു അതിന് വേണ്ടിയിട്ട്. ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതലേ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിന്റെ കട്ട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ളൊരു ധൈര്യം കാണിച്ചു. അത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, ഇത്ര 4 മിനിറ്റൊക്കെ ഉള്ള സോങ് ആൾക്കാർ കാണുമോ? അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് കയറി അങ്ങ് കൊളുത്തിയിട്ട് 1 മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. അവസാനം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു സിനിമയിൽ. അത് ഈ പൊങ്കാല സിനിമ എടുത്തു പറയേണ്ട കാര്യം, അത് പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ആ സംഭവം അത് കാണാത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ അതിന് കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസും ഞാൻ എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് 100-500 ഫൈറ്റ് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സിനിമകളിൽ. കാരണം ഇടികൊള്ളാത്ത സിനിമകളില്ലല്ലോ. പണ്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പടത്തിലും ഇത് തന്നെയാണ്. അപ്പൊ ഒരു വർഷം ഒരു 50 എണ്ണം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫൈറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെയൊക്കെ സമയത്ത്, തുടക്ക സമയത്ത് ഈ 94 കാലഘട്ടത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് അപ്പം തന്നെ ഡയറക്ടർ ചെന്നൈക്ക് പോകും. കാരണം അത് ആ സമയത്ത് ഡയറക്ടർക്ക് അവിടെ യാതൊരില്ല. ഒരു 5 ക്യാൻ ഫിലിമിൽ തീർക്ക്, അല്ലെങ്കിൽ ഇത്ര ആ ലെങ്ത് പറഞ്ഞിട്ട് പോകും, ഫുട്ടേജ് പറഞ്ഞിട്ട് പോകും, ഒരു 600 അടി അല്ലെങ്കിൽ ഒരു 300 അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഫൈറ്റ് മാസ്റ്റർമാരൊന്നും ഡയറക്ടർമാരൊന്നും അവിടെ ഇരിക്കില്ല. വളരെ ചുരുക്കം ഡയറക്ടർമാർ മാത്രമേ ഇരിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഈ മാസ്റ്റർമാരുടെ പണിയാണ് ഇതൊക്കെ, വീഴ പിടിക്കുകയൊക്കെ. അത് മാറിയിട്ട് ഇപ്പോൾ ഓരോ പടത്തിനും ഈ ഇവർ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം, അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ബാസി ചെയ്ത ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, കടപ്പുറത്ത് അദ്ദേഹം വന്ന് ഓരോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കുന്ന ഷോട്ടൊക്കെ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ആന്തിക്കായിരുന്നു. കാരണം അതൊക്കെ നല്ല ഞാൻ അതായിട്ട് പറയുന്നല്ല, അതൊക്കെ ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ രാജശേഖരൻ മാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ രാജശേഖരൻ മാസ്റ്റർ ത്യാഗരായ മാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ത്യാഗരായ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഡ്യൂപ്പില്ലാതെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാണ് രാജശേഖരൻ മാസ്റ്റർ. ഒരു കാര്യം പറഞ്ഞ് കേൾക്കില്ല, ബാസി പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുമായിട്ട് ഇതിനിടയ്ക്കൊന്ന് ഉടക്കിയ പുള്ളി. കാരണം നമ്മളൊക്കെ ഒരേ ഇതായിട്ടിട്ട് ഈ പുള്ളിക്കാരനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് താങ്കളുമായിട്ടാണോ ബാക്കിലേക്ക് വീഴാൻ പറഞ്ഞത്, എന്നെ വിളിച്ചിട്ട് പുള്ളി നമുക്ക് സാർ നാടൻ പോലെ ആക്കിയിട്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിലേക്ക് വീഴാൻ നിസ്സാരം. അപ്പൊ എന്റെ ബാക്കിലൊരാള്, എന്റെ മുകളിലൊരാള്, അങ്ങനെ ഒരു വീഴ്ച. ഞാൻ പറയും മാസ്റ്റർ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ല, ഇത് വേറെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി. അപ്പൊ എങ്കിലും നമ്മൾ ആ എടുത്ത എഫേർട്ടിന് വളരെയധികം ഇത് ഈ പടത്തിൽ കാണാനുണ്ട്. പിന്നെ ഇപ്പൊ ഈ കുട്ടി ചോദിച്ച പോലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ പൊങ്കാലയാണ്, ചതിയുടെ പൊങ്കാലയാണ്, ഇടിയുടെ പൊങ്കാലയാണ്, പാട്ടിന്റെ പൊങ്കാലയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എന്റെ മാമൻ പറഞ്ഞു, അപ്പ അതിന്റെ ആ ഒരു പള്ളത്തി മീൻ എന്ന് പറഞ്ഞ പാട്ട് അത് ഭയങ്കര ഹിറ്റായിട്ടാണ്. അപ്പോഴാണ് ഞാൻ പറയണേ അങ്ങനെ സംഭവം ഉണ്ടോ? അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, അത് എനിക്കറിയില്ല നമ്മുടെ പടത്തില്. അതാണ് ഏറ്റവും വലിയ രസം. എനിക്കത് ഈ പടത്തിലാണ്. കാരണം നമുക്ക് ഇതിനകത്ത് പാട്ടുമായിട്ട് വലിയ ബന്ധങ്ങളില്ലല്ലോ ഈ പടത്തില്. അപ്പൊ അത് കയറി ഭയങ്കരമായിട്ട് കൊളത്തി. അതുപോലെ തന്നെയാണ് ആ ഫൈറ്റ് ഇട്ടിരുന്ന ആ പാട്ടില്ലേ, അതും നല്ല സാധനം. എന്തായാലും നല്ല ഗ്രേറ്റ് വർക്ക് ആ മ്യൂസിക് ഡയറക്ടറുടെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന 7 ആർട്സ് മോനേട്ടൻ. അത് പ്രത്യേകം. എവിടെ ആള് പോയോ? അയ്യോ, എത്ര കഷ്ടപ്പെട്ട ആ പാവം. ഇങ്ങനെ ആവാൻ മെയിൻ കാരണം ഈ പടം പല പല ഷെഡ്യൂളുകളായി മാറി മാറി. അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ ദീപു, അനിൽ, ഇവരെല്ലാം ഇതിനു വേണ്ടി പുറകിൽ വളരെയധികം കഷ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഈ പറയുന്ന പോലെ ബാസി അത്രയധികം സഹകരിച്ച് ഓരോ പ്രാവശ്യം ഇടിയുടെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-4 ഫൈറ്റ്. ആ കാലത്ത് FA-സീറ്റിൽ ഫൈറ്റ്, രാത്രി കടപ്പുറത്ത് ഫൈറ്റ്, അത് കഴിഞ്ഞാൽ മറ്റേ ഐസ് ഫാക്ടറിയിൽ ഫൈറ്റ്. ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും. ഐസ് ഫാക്ടറിയിലെ ഫൈറ്റ്, ചേട്ടാ മറ്റേന്റെ ബാക്കി എടുക്കാനുണ്ട്, മറ്റേ അവിടെ പോകും. അത് കഴിഞ്ഞാൽ അവരുടെ ചേരിയിൽ വരും. അയ്യോ അങ്ങനെ. പക്ഷെ
ഡബ്ബിങ്ങിന് ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ മാത്രം നിൽക്കുന്ന സാധനമാണ്. ചില സിനിമകൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഓടി, ചിലത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന്. അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം ഉണ്ടെങ്കിൽ ഈ പടം ഗംഭീരമായിരിക്കും. പിന്നെ ഏതൊരു സിനിമയും പടം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല, പടം ഓടി വിജയിച്ചാൽ മാത്രമേ നമ്മളെപ്പോലും ആൾക്കാർ കാണുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും, ചേട്ടാ ഇപ്പൊ പടങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ സിനിമയും പടമൊന്നും ഇല്ലെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആരും കണ്ടിട്ടുണ്ടാവില്ല. OTT പോലും ഇപ്പൊ കാണാൻ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി ഞാൻ ഇനി സത്യസന്ധത കൂടുതലുള്ള കാര്യങ്ങൾ ചേട്ടന് വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും ഈ പടം കാണുക. ആ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു.